നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവാൻ വേദവ്യാസനാണ് ഭാഗവതം എഴുതിയതെന്നാണ് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. 18,000 ശ്ലോകങ്ങളടങ്ങിയ ഭാഗവതത്തിന് 12 അധ്യായങ്ങളാണുള്ളത്. ഓരോ അധ്യായത്തെയും ഓരോ സ്കന്ധം എന്ന് പറയുന്നു. അതിൽ ദശമസ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണാവതാരത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. വേദങ്ങൾ വിന്യസിച്ചു കഴിഞ്ഞ ശേഷം ധർമ്മവിചിന്തനം ചെയ്യുന്ന മഹാഭാരതവും എഴുതിയ വേദവ്യാസന് എന്തോ ഒരു തൃപ്തിയില്ലായ്മ അനുഭവപ്പെട്ടു. ഈ അനുഭവം നാരദ മഹർഷിയുമായി പങ്കുവച്ചപ്പോൾ നാരദമുനിയുടെ ഉപദേശപ്രകാരം ഭഗവത് സ്വരൂപം മുഴുവൻ വ്യക്തമാക്കുന്ന ഒരു കൃതി സമാധിയിലിരുന്ന് എഴുതാൻ തുടങ്ങുകയും ചെയ്തു. ഈ കൃതിയാണ് ഭാഗവതം. വേദവ്യാസൻ ഭാഗവതം മകനായ ശുകബ്രഹ്മ മഹർഷിക്ക് പറഞ്ഞുകൊടുക്കുകയും ശുകബ്രഹ്മൻ പരീക്ഷിത്ത് മഹാരാജാവിന് അത് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. മുനിശാപമേറ്റ പരീക്ഷിത്ത് പൂർണ്ണ വിരക്തി വന്നവനായി ജലപാനം പോലുമില്ലാതെ ഗംഗാ നദിക്കരയിൽ പ്രായോപവേശം ചെയ്യാനായി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശുകബ്രഹ്മ മഹർഷി അവിടെ എത്തിയത്. ശുകബ്രഹ്മ മഹർഷി ഇത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെയിരുന്ന് ഒരു സൂതനും ഈ കഥ കേൾക്കുകയുണ്ടായി. കാലം കുറെ കടന്നുപോയപ്പോൾ ശൗനകാദി മുനിമാർ നൈമിശാരണ്യത്തിൽ ഭൗതിക സുഖത്തിൻ്റെ പരമകാഷ്ഠയായ സ്വർഗലോകം കാംക്ഷിച്ചുകൊണ്ട് ഒരു യജ്ഞം ആരംഭിച്ചു. യദൃച്ഛയാ സൂതൻ ഈ യജ്ഞശാലയിലെത്തി. ശുകമഹർഷിയിൽ നിന്ന് നേരിട്ട് തത്വഗ്രഹണം സാധ്യമായ സൂതനോട് ശൗനകാദി മുനിമാർ അപേക്ഷിച്ചതിൻ്റെ ഫലമായി സൂതൻ പറയുന്നതായാണ് ഭാഗവത കഥ എഴുതപ്പെട്ടിരിക്കുന്നത്. പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീ ശുകമഹർഷി ഭാഗവതം ഉപദേശിച്ചത് 7 ദിവസമായാണ്. 7-ാം ദിവസം ആത്മജ്ഞാനം ലഭിച്ച മഹാരാജാവ് തക്ഷകൻ എന്ന സർപ്പത്തിൻ്റെ കടിയേറ്റുള്ള മരണം സഹർഷം സ്വീകരിച്ചു എന്നാണ് ഐതിഹ്യം. അതിനാൽ അതിനുശേഷം ഭാഗവത കഥയും ഭാഗവതവും 7 ദിവസം കൊണ്ട് പാരായണം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവ് വളർന്നു വരുന്നു. ഇതിനെ ഒരു യജ്ഞമായാണ് കരുതപ്പെടുന്നത്. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം എന്ന് ഇത് അറിയപ്പെടുന്നു. പല ക്ഷേത്രങ്ങളിലും ഇത് നടത്താറുണ്ട്. 7 പകലുകൾ കൊണ്ട് ശ്രീ മഹാഭാഗവതം പാരായണം ചെയ്ത് കേൾക്കുക എന്നത് അതീവ പുണ്യമായാണ് കരുതുന്നത്. 18 പുരാണങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് മഹാഭാഗവതത്തെ കാണുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വിവിധ അവതാര കഥകളിലൂടെയും ഭക്തന്മാരുടെ കഥകളിലൂടെയും ഭാഗവതം ലളിതമായി തത്വജ്ഞാനം വെളിവാക്കി തരുന്നു. ഭാഗവതത്തിലെ കഥകളെല്ലാം ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും ഊട്ടിയുറപ്പിക്കുന്നവയാണ്. ഭഗവാൻ പരബ്രഹ്മം തന്നെയാണ്. അനിമിഷനായ ആത്മാവിൻ്റെ ക്ഷേത്രമാണ് ജഗത്ത്. ക്ഷേത്രം ശരീരമാണ്. ബ്രഹ്മശരീരമാണ് ജഗത്ത്. ഈ ജഗത്തിനെയാണ് നൈമിശാരണ്യം എന്ന് ഭാഗവതം പറഞ്ഞിരിക്കുന്നത്. കാമക്രോധ ലോഭ മോഹാദികളാകുന്ന ക്രൂര മൃഗങ്ങൾ നിറഞ്ഞ ഈ നൈമിശാരണ്യമാകുന്ന ദേഹത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ കർമ്മമായ യജ്ഞം ആരംഭിക്കുമ്പോൾ ഈ യജ്ഞകവാടം സാവധാനമായെങ്കിലും തത്വാന്വേഷണത്തിനു വഴി തുറക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഗുരുവായ സൂതൻ അവിടെ എത്തുന്നത്. ഇവിടെ തത്വസാരം എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ഭാഗവതം. ഈ രീതി ശാസ്ത്രമാണ് ഭാഗവതത്തിലെ എല്ലാ കഥകളിലും ഒളിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഭാഗവതം വായിക്കുക എന്നത് എല്ലാവർക്കും പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒറ്റ ശ്ലോക ഭാഗവതം വായിക്കാൻ എളുപ്പമാണ്. ഏക ശ്ലോക ഭാഗവതം എന്നും പാരായണം ചെയ്യുന്നവന് ഭാഗവതം പൂർണ്ണമായും പാരായണം ചെയ്ത ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും ഈ ഭാഗവത ശ്ലോകം ചൊല്ലി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ആദൗ ദേവകീ ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിമരണം കുന്ദീസുതാപാലനം ഏവം ഭാഗവതം പുരാണകഥനം ശ്രീകൃഷ്ണലീലാമൃതം. ആദൗ ദേവകീ ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം
മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിമരണം കുന്ദീസുതാപാലനം ഏവം ഭാഗവതം പുരാണകഥനം ശ്രീകൃഷ്ണലീലാമൃതം ആദൗ ദേവകീ ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിമരണം കുന്ദീസുതാപാലനം ഏവം ഭാഗവതം പുരാണകഥനം ശ്രീകൃഷ്ണലീലാമൃതം. ഭാഗവതം എന്നാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ഭാഗവതം അറിയുക എന്നാൽ ഭഗവാനെ അറിയുക എന്നാണ്. ഭാഗവതം പാരായണം നടത്താൻ കഴിയാത്തവർക്ക് ഈ ശ്ലോകം മാത്രം ചൊല്ലിയാൽ മതി. സമ്പൂർണ്ണ ഭാഗവത പാരായണ പുണ്യം ലഭിക്കും. സാരശൂന്യമായ ഈ സംസാരത്തിൽ ഇന്ദ്രിയ തൃഷ്ണയാകുന്ന വിഷം ബാധിച്ച ബുദ്ധിയോടുകൂടിയ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ഭാഗവതം വായിക്കുവിൻ എന്നാണ് ഭാഗവത സന്ദേശത്തിൽ പറയുന്നത്. ഈ ഭാഗവതം ശുഗമുനി പാടിയ അതുല്യമായ അമൃതാണ്. ആ അമൃത് വീണ്ടും വീണ്ടും കാതിലൂടെ പാനം ചെയ്യുവിൻ. ഭാഗവതമാകുന്ന അമൃതം പാനം ചെയ്യുന്നതുകൊണ്ടും അതിലെ കഥകൾ അനുഗാനം ചെയ്യുന്നതുകൊണ്ടും മുക്തി ലഭിക്കുമെന്ന് തീർച്ചയാണ്. അതിനുദാഹരണമാണ് പരീക്ഷിത്ത് മഹാരാജാവ്. നിത്യവും ഏകശ്ലോകി ഭാഗവതമെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി.